വയനാടിനെ നമുക്ക് നെഞ്ചോട് ചേർത്ത് നിർത്തേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് കൂടുതൽ ശ്രദ്ധ അതിൽ വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റും 22 സെക്കൻഡും. മുണ്ടക്കയിലെയും പുഞ്ചിരിമഠത്തെയും വിദ്യാർത്ഥികളെയും കൊണ്ട് മല കയറിയ സ്കൂൾ വാൻ മടങ്ങിയത് വളരെ വേദനയോടെ. മേപ്പാടി മൗണ്ട് ടാബോർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന വാനിലെ 2 കുരുന്നുകളെയാണ് ദുരന്തം കവർന്നെടുത്തത്. ഷെഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നു. വയനാട് ഉരുൾപൊട്ടലിലെ സങ്കടക്കഥകളിൽ ഈ ബസ്സുമുണ്ട്. കാരണം ഈ മൗണ്ട് തബോർ ഇംഗ്ലീഷ് സ്കൂളായിരുന്നു മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള കുട്ടികൾ, ആ സ്കൂളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്ന കുട്ടികൾ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബസ്. ഇപ്പോൾ ആ സ്കൂളിലെ തന്നെ അല്ലെങ്കിൽ ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന 2 കുട്ടികൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ആ സ്കൂൾ ബസ്സിന്, അതായത് ആ ദുരന്തത്തിന് തൊട്ടു മുൻപത്തെ വെള്ളിയാഴ്ച വരെ ഈ സ്കൂൾ ബസ് ഇവിടേക്ക് ഓടിച്ചിരുന്ന ആ ഡ്രൈവർ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, വലിയ സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ എത്ര കുട്ടികളുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്? മൊത്തം ഈ റൂട്ടിൽ 50 പിള്ളേരുണ്ട്. 2 പിള്ളേർ നഷ്ടപ്പെട്ടു. ഒരു മോന്റെ ഓടി കിട്ടിയിട്ടില്ല. ഈ മുണ്ടക്കയിൽ ഭാഗത്തുള്ള കുട്ടിയായിരുന്നു? അതെ, മുണ്ടക്കൈ. പിന്നെ ഒരു കുട്ടി ഇവിടെ താഴെ ചൂരൽമര. ഈ കുറച്ച് കുട്ടികളെ ഉള്ളൂ. അപ്പം വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളായിട്ട്? പിള്ളേരായിട്ട് എല്ലാവർക്കും വളരെ സന്തോഷത്തിലായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ശനിയാഴ്ച 3 ദിവസം ഓഫായിരുന്നു. തിങ്കളാഴ്ച പിന്നെ ഗവൺമെന്റ് പൊതു ലീവ് പ്രഖ്യാപിച്ചുകൊണ്ട് തിങ്കളാഴ്ച ക്ലാസ്സിലായിരുന്നു. പിന്നെ തിങ്കളാഴ്ച രാത്രി സംഭവിച്ചും ചെയ്തു. ഒരുപാട് കുട്ടികൾക്കൊക്കെ അല്ലാതെ താമസിച്ചിരുന്ന വീടുകളൊക്കെ നഷ്ടമായിട്ടുണ്ട്. അതെ, ഒരുപാട് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്ക് എന്റെ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠന്റെ 7 പേര് നഷ്ടപ്പെട്ടു. 4 പേരെ കിട്ടിയിട്ടുള്ളൂ. 3 പേരെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. നമ്മൾ ഈ പ്രദേശത്തേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനെ, ഇത് മുൻപൊരു ഉരുൾപൊട്ടലൊക്കെ 2019 ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഇതിനെ കുറിച്ചൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ആശങ്കയും പേടിയൊക്കെ ഉണ്ടായിരുന്നു? പിള്ളേർക്ക് അത്ര ഫീൽ ഇല്ലായിരുന്നു. ആ പുത്തുമല കുറച്ച് താഴെയായിരുന്നു അത് ഓട്ടിയിരുന്നു. ഈ ഭാഗത്ത് അത്ര ഒരു ഭീഷണിയുള്ള ഒരു വൈരൊന്നും അല്ലായിരുന്നു. എന്തോ ദൈവത്തിന്റെ ഒരാളുടെ ഈ ബസ്സിലുണ്ടായിരുന്ന ഒരു കുഞ്ഞിന്റെ ഫാമിലി മൊത്തം പോയി. ആരെങ്കിലും ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അന്ന് അവരിവിടെ ഇല്ല. പുറത്ത് ഒരു ഓട്ടം പോയിട്ട് ടാക്സിയിലായിരുന്നു. പിന്നെ അവർ മേപ്പാടി അവരെ പെങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് അവർ മാത്രം കഴിച്ചത്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സങ്കടങ്ങൾ പലതാണ്, അല്ലെങ്കിൽ വലിയ ദുഃഖമാണ് നമുക്ക് ഈ ഉരുൾപൊട്ടലിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി ഈ ബസ് നമ്മുടെ ഈ ചൂരൽമലയൊക്കെ കടന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതൊരു വലിയ ദുഃഖത്തിലായിരുന്നു. ഈ ബസ്സിൽ സ്ഥിരമായി കളിച്ച് ചിരിച്ച് പൊയ്ക്കൊണ്ടിരുന്ന 2 കുഞ്ഞുങ്ങളെയാണ് ഈ മഹാദുരന്തം കൊണ്ടുപോയത് എന്നുള്ളതാണ്. അത് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സഹോദരന്റെ കണ്ണിലെ കണ്ണീര് നമ്മൾ കണ്ടതാണ്. അത്രത്തോളം വിഷമമുണ്ടാകും. കാരണം ആ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ചിട്ടായിരിക്കാം ഇത്രയും കാലം അദ്ദേഹം ഈ ചൂരൽമലയൊക്കെ താണ്ടി മുണ്ടക്കൈ ഭാഗത്തേക്കും പുഞ്ചിരിമട്ടം ഭാഗത്തേക്കുമൊക്കെ ബസ് കൊണ്ടെത്തിയിരുന്നു. അങ്ങനെ എത്ര ദുരിതങ്ങൾ. ക്യാമറമാൻ അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം ഷെഫീദ് റാവുത്തർ, 24 വയനാട്.